എല്ലാവർക്കും നമസ്കാരം. ഈ അടുത്ത കുറച്ച് ദിവസങ്ങളായി നമ്മുടെ കേരളത്തിൽ വളരെ വേദനാജനകമായ, വളരെ വിഷമകരമായ കുറച്ച് സംഭവങ്ങളുണ്ടായി. അറിയാം, തൊട്ടടുത്ത ദിവസമാണ് തൃശ്ശൂർ പൂരത്തിന് വേണ്ടിയുള്ള വെടിക്കോപ്പുകൾ സജ്ജീകരിക്കുന്നതിനിടയിൽ അപകടമുണ്ടായി ധാരാളം പേര് മരണപ്പെട്ടത്. അതുകൂടാതെ അതിന് തൊട്ട് മുന്നെയാണ് കൊടകരയിൽ ഒരു ബാലൻ, 8 വയസ്സായ ബാലൻ, പാമ്പിൻ്റെ വെള്ളിക്കെട്ടൻ എന്ന് പറഞ്ഞ പാമ്പിൻ്റെ ഉറങ്ങിക്കിടക്കുമ്പോൾ ആ പാമ്പിൻ്റെ കടിയേറ്റ് ബാലൻ മരണപ്പെട്ടു, കുട്ടി മരണപ്പെട്ടു. ആ കുട്ടിയുടെ സഹോദരന് ഇതുപോലെ തന്നെ കടിയേറ്റ് ഗുരുതരാവസ്ഥയിലായി. ചിറയൻകീഴിൽ 8 വയസ്സായ മറ്റൊരു കുട്ടി പാമ്പിൻ്റെ കടിയേറ്റ് മരണപ്പെട്ടു. കായംകുളത്ത് 40 വയസ്സായ ഒരു സ്ത്രീ പാമ്പിൻ്റെ കടിയേറ്റ് മരണപ്പെട്ടു. ഇന്ന് രാവിലെ പേപ്പർ വായിച്ചപ്പോൾ കണ്ടു 10ഓളം പേർക്ക് ഇന്നലെ പാമ്പിൻ്റെ കടിയേറ്റിട്ടുണ്ട്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഞാനിതിനകത്തൊരു എക്സ്പേർട്ടൊന്നുമല്ല, പക്ഷേ ഞാനിത് പല ഡോക്ടേഴ്സ് പറഞ്ഞ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കിയും അതുപോലെ എൻ്റെ വിദഗ്ധന്മാർ ഒക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയും ബുക്ക് വായിച്ചുമൊക്കെയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. ശരിക്കും ഈ പാമ്പുകൾക്ക് ഭയങ്കര കൊടും വേനലാണ്, കൊടും ചൂടാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ പാമ്പുകൾക്ക് മാളത്തിനുള്ളിൽ കഴിയാൻ കഴിയില്ല. അപ്പോൾ അതുങ്ങൾ മാളത്തിൽ നിന്ന് ഈ സമയത്ത് സ്വാഭാവികമായിട്ട് പുറത്തിറങ്ങും. ഇത് പുറത്തിറങ്ങുന്ന ഈ പാമ്പിന് നമ്മൾ ഒരിക്കലും നമ്മുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് അതിന് കയറി ഇരിക്കുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക. പ്രത്യേകിച്ച് വീടിൻ്റെ സമീപത്ത് വിറകുകൾ കൂട്ടിയിടാതിരിക്കുക, ചകിരികൾ കൂട്ടിയിടാതിരിക്കുക. അതുപോലെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുന്നുള്ള വീടിൻ്റെ അകത്തേക്കുള്ള ചെറിയ ഹോളുകൾ, മറ്റ് സാധനങ്ങളൊക്കെ അടച്ചു വെക്കുക, അകത്തേക്ക് കയറിയിരിക്കാൻ വേണ്ടി ഇത് ചെയ്യുക. അതുപോലെ വീടിൻ്റെ സമീപത്ത് ചേർന്ന് വീട്ടിലേക്ക് ചാഞ്ഞ് നിൽക്കുന്ന മരങ്ങൾ, വീടിനെ മുട്ടി നിൽക്കുന്ന മരങ്ങൾ, ചെടികൾ, ഇതെല്ലാം മുറിച്ച് മാറ്റി വൃത്തിയാക്കി വെക്കുക. ചെടിച്ചട്ടികൾക്കുള്ളിൽ എപ്പോഴും കയറിയിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം ചെടിച്ചട്ടി എപ്പോഴും നനഞ്ഞിരിക്കും. നനവുള്ള സ്ഥലങ്ങളിൽ ഈ പാമ്പ് കയറിയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. ഇങ്ങനെയെല്ലാം ശ്രദ്ധിക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഈ പാമ്പിനെ നമ്മൾ അടുത്തോട്ട് അടുപ്പിക്കാൻ, നമ്മുടെ ഭാഗത്തേക്ക് അതിന് വരാതെ അത് വേറെ വഴിക്ക്, കാരണം വെച്ചാൽ കാടും ഒക്കെ പള്ളയൊക്കെ വെട്ടിക്കളയുവാണെങ്കിൽ അത് കയറിയിരിക്കാൻ സ്ഥലമില്ല. അതുകൊണ്ട് അത് മറ്റ് വഴിയിലേക്ക് പൊക്കോളും. സ്വയമായിട്ട് നമ്മൾ ഒരിക്കലും ഒരു പാമ്പ് നമ്മളെ ഇങ്ങോട്ട് വന്ന് ആക്രമിക്കില്ല. അതിനെ നമ്മൾ ഉപദ്രവിക്കാൻ ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ അതിനെ ഉപദ്രവിക്കുകയാണെന്ന് തോന്നുമ്പോൾ മാത്രമാണ് അത് നമ്മളെ കടിക്കുകയും മറ്റും ചെയ്യുന്നത്. ഇനി നമ്മളൊരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ഫോറസ്റ്റ്, ഈ വനം വകുപ്പ് ധാരാളം കാര്യങ്ങൾ ഇതിനു വേണ്ടി ചെയ്യുന്നുണ്ട്. അവരുടെ ടോൾ ഫ്രീ നമ്പറുണ്ട്. ഈ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സർപ്പ വാളണ്ടിയേഴ്സ് ഉണ്ട്. അവർ 24 മണിക്കൂറും പ്രവർത്തന സജ്ജമായി നിൽക്കുന്നവരാണ്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യും. അതുകൂടാതെ എല്ലാവരും തന്നെ മൊബൈൽ ഫോണിൽ സർപ്പ ആപ്പ് എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിടുക. അത് മുഖാന്തരം നമുക്ക് വിവരങ്ങൾ അറിയിക്കാം. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏകദേശം 80% മുകളിൽ തന്നെ പാമ്പുകൾക്ക് വിഷമില്ലാത്ത പാമ്പുകളാണ്. 2 ഇനത്തിൽപ്പെട്ട പാമ്പുകൾക്കാണ് കേരളത്തിൽ വിഷമുള്ളത്. അതിലൊന്നാണ്, ഒരു വിഭാഗത്തിൽപ്പെടുന്നതാണ് അണലി. ഈ അണലി ശരിക്കും കടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിനെ ആണ് ബാധിക്കുന്നത്. ബ്ലഡിൻ്റെ കോട്ടിങ്, പിന്നെ ബ്ലഡ് കട്ടയാകില്ല. അപ്പം സ്വാഭാവികമായിട്ട് നമ്മുടെ മൂക്കിൽ കൂടിയും ചെവിയിൽ കൂടിയും അല്ലെങ്കിൽ മൂത്രത്തിൽ കൂടിയൊക്കെ ഈ ബ്ലഡ് പുറത്തേക്ക് വന്ന് ഗുരുതര അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിൽ 2ാമത്തെ വിഭാഗത്തിൽപ്പെടുന്നതാണ് ഇപ്പം ഈ അപകടം ഉണ്ടാക്കിയ ശംഖുവരയൻ അല്ലെങ്കിൽ മുതിരവളയൻ, 8 അടി വീരൻ എന്നൊക്കെ പറയുന്ന ഈ പാമ്പ്. അതുപോലെ തന്നെയാണ് മൂർക്കം പാമ്പ്. ഇത് കടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാഡീവ്യൂഹത്തെയും അതുപോലെ തന്നെ നമ്മുടെ മസിലിനെയും ഒക്കെയാണ് അതിൻ്റെ വെനം അകത്ത് ചെല്ലുമ്പോൾ ബാധിക്കുന്നത്. മറ്റ് ഒരു കാര്യം പറയാനുള്ളത്, ഈ അടുത്ത ദിവസം എൻ്റെ ഒരു സുഹൃത്തിനുണ്ടായ ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ, എൻ്റെ അടുത്ത സുഹൃത്താണ്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നോക്കുമ്പോൾ പല സ്ഥലങ്ങളിൽ ഈ ചെറിയ ചെറിയ പാമ്പുകളെ കാണുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ കൊടകരയിൽ കടിച്ച കുട്ടിയുടെ വീട്ടിൽ നിന്ന് ഏകദേശം 5ഓളം പാമ്പുകളെ കിട്ടിയെന്ന് തോന്നുന്നു. പല സ്ഥലങ്ങളിലായിട്ട് പാമ്പ് കുഞ്ഞുങ്ങളെ കിട്ടിയെന്ന് തോന്നുന്നു. എന്ന് പറയുന്ന പോലെ തന്നെയാണ് പല സ്ഥലങ്ങളിൽ ഭയങ്കര ഭീകരന്മാരായ പാമ്പും കുഞ്ഞുങ്ങളെ കാണുകയാണ്. അപ്പോൾ ഇത് കണ്ട് അവർ വളരെയധികം പാനിക്കായി, വളരെയധികം പേടിച്ചു. അവർ വീട്ടിൽ നിന്ന് മാറി താമസിക്കുന്ന അവസ്ഥ വരെ അവർ ചിന്തിച്ചു. പിന്നെ അവരതിലൊരു ഫോട്ടോ എടുത്ത് നമ്മുടെ വാവ സുരേഷിന് അയച്ചു കൊടുത്തു. ഇദ്ദേഹം ഇത് നോക്കിയതിന് ശേഷം പറഞ്ഞു, ഇത് ചുവർപ്പാമ്പ് എന്ന് പറഞ്ഞ ഒരു ഇനത്തിൽപ്പെട്ട പാമ്പാണ്. ഇത് ഒരു കാരണവശാലും അപകടകാരിയല്ല, വിഷം ഇല്ലാത്ത ടൈപ്പ് പാമ്പാണ് എന്ന് ഇവരോട് പറഞ്ഞ്, അങ്ങനെയാണ് അവർ വളരെ അതിൽ നിന്നും, ആ ബുദ്ധിമുട്ടിൽ നിന്നും ഒന്ന് റിക്കവറി ആയി വന്നത്. ശരിക്കും ആ പാമ്പിനെ കണ്ടാൽ വളരെ ഭീകരനാണ്. ഈ ചുവർപ്പാമ്പിനെ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് പേടിയാവും. വളരെ ഒരു ഭീകരത തോന്നുന്ന, ചെറുതാണെങ്കിലും വളരെ ഭീകരത തോന്നുന്ന ഒരു പാമ്പാണ് അത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, വേറെ ഒന്നുമില്ല, എല്ലാവരും ശ്രദ്ധിക്കുക. വളരെ വീടും പരിസരവും വളരെ വൃത്തിയാക്കി വെക്കുക. യാതൊരു രീതിയിലുള്ള ഈ മരങ്ങളോ മറ്റ് ചെടികളോ ഒന്നും വീട്ടിലേക്ക് ചാഞ്ഞ് നിൽക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാ രീതിയിലും പാമ്പിനെ, നമ്മുടെ ഈ വേനൽക്കാലമാണ്, പാമ്പിറങ്ങി വരുമ്പോൾ നമ്മുടെ അടുത്തേക്ക് ആകർഷിക്കാതെ അവൻ ദൂരോട്ട് പോകാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക.